മഹാഭാരത കഥയെ ഭീമന്റെ ദൃഷ്ടികോണിലൂടെ തികച്ചും മാനുഷികമായി പുനരാവിഷ്കരിക്കുന്ന മലയാളത്തിലെ വിഖ്യാത നോവലാണ് എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാമൂഴം. പരമ്പരാഗതമായി കാണുന്ന ദൈവീക പരിവേഷങ്ങളെയെല്ലാം മാറ്റി നിർത്തി സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങളിലൂടെയാണ് എം.ടി. ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഹലോ കൂട്ടുകാരെ, മല്ലു നോവൽ കഫയിലേക്ക് ഏവർക്കും സ്വാഗതം. ശാരീരികമായി ഏറ്റവും ശക്തനായിരുന്നിട്ടും ധർമ്മപുത്രർക്കു പിന്നിൽ രണ്ടാമനായി പോയ ഭീമന്റെ ആത്മസംഘർഷങ്ങളാണ് ഈ നോവൽ ചർച്ച ചെയ്യുന്നത്. അർഹിച്ച അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയതിൻ്റെ വേദനയും ദ്രൗപദിയോടുള്ള തീവ്രമായ പ്രണയവും അവളിൽ നിന്ന് നേരിട്ട അവഗണനകളും ഭീമനെ വല്ലാതെ തളർത്തുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ഭീകരതയും അധികാരമോഹങ്ങൾ വരുത്തിവെക്കുന്ന വിനാശങ്ങളും ഈ നോവൽ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രണയത്തിലും പദവിയിലും എപ്പോഴും രണ്ടാമൂഴക്കാരനായ ഭീമൻ തൻ്റെ കരുത്തിനെ മാത്രം സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്ത ലോകത്തിൽ സ്വന്തം വികാരങ്ങളെ ഉള്ളിലൊതുക്കി ജീവിച്ചു. ആ ഒരു മനുഷ്യൻ്റെ ഏകാന്തതയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അധികാരത്തിൻ്റെയോ യുദ്ധത്തിൻ്റെയോ വലിപ്പമല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ആന്തരിക ആത്മീയ സംഘർഷങ്ങളാണ് എം.ടി. ഇതിൽ വരച്ചു കാട്ടുന്നത്. ഒടുവിൽ മഹാപ്രസ്ഥാനത്തിൻ്റെ മലനിരകളിൽ പാഞ്ചാലി വീണുപോയപ്പോൾ അവളെ നെഞ്ചോട് ചേർക്കാൻ ബാക്കിയായത് ഭീമൻ മാത്രമായിരുന്നു. അപ്പോഴും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് അർജുനൻ എന്നായിരുന്നു. എല്ലാം നേടിയിട്ടും ഒന്നും നേടാനാകാതെ പോയ ഭീമന്റെ ഈ കഥ കേവലം ഒരു പുരാണവൃത്തം മാത്രമല്ല. അത് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ എവിടെയോ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന എല്ലാ മനുഷ്യരുടെയും കഥയാണ്. അതുകൊണ്ടാണ് രണ്ടാമൂഴം മലയാളികളുടെ ഹൃദയത്തെ ഇത്രമേൽ സ്പർശിച്ചത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.